ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 56 കാളിയമർദ്ദനം തുടർച്ച. ശ്ലോകം 1-2. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 1. രുചിരകമ്പിത കുണ്ടലമണ്ഡല സുചിര ഈശനനുർത്തിത പന്നകേ അമരതാടിത ദുന്നുബി സുന്ദര വിയതകായരി ദൈവത യൗവനേ. അന്വയം. അർത്ഥം. ഈശ നാഥ, ത്വം അങ്ങേ, ദൈവത യൗവനേ ദേവ യുവതികളുടെ സമൂഹം, വിയതി ആകാശദേശത്തെ, അമരതാഡിത ദുന്നുബി സുന്ദരം ദേവന്മാരാൽ അടിക്കപ്പെട്ട ദുന്നുബികളാൽ സുന്ദരമായിട്ട്, ഗായതി പാടുമ്പോൾ, രുചിരകമ്പിത കുണ്ടലമണ്ഡല മനോഹരമായി ചലിക്കുന്ന കുണ്ടല സമൂഹത്തോടു കൂടിയവനായി, പന്നകെ കാളിയൻ, സുചിരെ വളരെ നേരം, നനർത്തിത നർത്തനം ചെയ്തു. ഹരിപു. സാരം: മനോഹരമായി കുണ്ടലങ്ങൾ ഇളകി കാളിയന്റെ ഫണങ്ങളിൽ ഭഗവാൻ നൃത്തം ചെയ്യുമ്പോൾ ദേവന്മാർ കൊട്ടുകയും ദേവസുന്ദരിമാർ പാടുകയും ചെയ്തു. ആ സന്ദർഭം വളരെ മനോഹരമായി പരിണമിച്ചു. ഹരി ഓം. ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 2. നമതിയന്യനമുഷ്യ ശിരോഹരേ പരിവികായതദുന്നതമുന്നതം പരിമദൻ പദപങ്കരുഹാചിരം വ്യകരധാകരതാള മനോഹരം. അന്വയം. അർത്ഥം. ഹരേ, സംസാര ദുഃഖമകറ്റുന്ന ദേവ, അമുഷ്യ ഈ കാളിയനെന്ന സർപ്പത്തിൻ്റെ യദ്യൻ യാതൊരു ശിരസാണോ നമതി കനിയുന്നത്, തൻ അതിനെ, പരിവിഹായ വിട്ടിട്ട്, ഉന്നതമുന്നതം ഉയർന്നു നിൽക്കുന്നതിനെ, പദപങ്കരുഹ പദമാകുന്ന താമരയാൽ, പരിമഥൻ മതിക്കുന്നവനായി, ചിരം വളരെ നേരം, കരതാള മനോഹരം കൈത്താളത്താൽ മനോഹരമാകും വണ്ണം, വ്യകരഥ നൃത്തം ചെയ്തു. ഹരിവും. സാരം: കാളിയന്റെ ഓരോ പത്തിയിലും താടുന്ന പത്തി വിട്ടിട്ട് ഉയരുന്നത് ചവിട്ടിത്താഴ്ത്തി ഭഗവാൻ മനോഹരമാകും വണ്ണം നൃത്തം ചെയ്തു. ഹരിവും.